ഹായ്, നമസ്കാരം. 10ാം ക്ലാസ് ഫിസിക്സിലെ ഒന്നാമത്തെ അധ്യായം വൈദ്യുത പ്രവാഹത്തിൻ്റെ ഫലങ്ങൾ അഥവാ എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറൻറ്റ്. ഈ അധ്യായവുമായി ബന്ധപ്പെട്ട ചില അടിസ്ഥാന ആശയങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നാം ചർച്ച ചെയ്യുന്നത്. നമുക്കറിയാം, വൈദ്യുതിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് പൊതു അറിവുകൾ മുൻ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ ഒന്നാമത്തതാണ് ഇലക്ട്രിക് കറൻറ്റ്. അതിനെ ഡിനോട്ട് ചെയ്യുന്ന സിമ്പൽ I എന്നുള്ളതാണ്. ഇലക്ട്രിക് കറൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചാലകത്തിലൂടെ ഒരു സെക്കൻഡിൽ പ്രവഹിക്കുന്ന ചാർജുകളുടെ എണ്ണമാണ് ഇലക്ട്രിക് കറൻറ്റ്. ഇലക്ട്രിക് കറൻറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് ചാർജസ് ദാറ്റ് ഫ്ലോസ് ത്രൂ എ സർക്യൂട്ട് ഇൻ 1 സെക്കൻഡ്. സ്ക്രീനിൽ നോക്കൂ. ഇലക്ട്രിക് കറൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ I = Q/T. Q എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എമൗണ്ട് ഓഫ് ചാർജ് ഓർ ക്വാണ്ടിറ്റി ഓഫ് ചാർജ്, ചാർജിൻ്റെ അളവ് അല്ലെങ്കിൽ ചാർജിൻ്റെ എണ്ണം ബൈ സമയം. അപ്പോൾ അതാണ് I = Q/T, ഇലക്ട്രിക് കറൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ. ഇനി ഇതിൻ്റെ യൂണിറ്റ് ഒന്ന് ശ്രദ്ധിക്കൂ. ചാർജിൻ്റെ യൂണിറ്റ് ചെറിയ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ് കൂളം. സമയത്തിൻ്റെ ബേസിക് യൂണിറ്റ് സെക്കൻഡ്. അപ്പോൾ കൂളോം പെർ സെക്കൻഡ് എന്നുള്ളതാണ് ഇലക്ട്രിക് കറൻറ്റിൻ്റെ യൂണിറ്റ്. ഇറ്റ് ഈസ് ആൾസോ കാൾഡ് ആംപിയർ. ഇതിനെ ആംപിയർ എന്നും സൂചിപ്പിക്കാറുണ്ട്. നെക്സ്റ്റ്, ഈ ഇലക്ട്രിക് കറൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അത് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് അമ്മീറ്റർ. അമ്മീറ്റർ ഈസ് ദ ഇൻസ്ട്രുമെൻറ്റ് ടു മെഷർ ഇലക്ട്രിക് കറൻറ്റ്. ഇനി സ്ക്രീനിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം അമ്മീറ്ററിനെ ഡിനോട്ട് ചെയ്യുന്ന സിമ്പൽ. ഓക്കെ, അമ്മീറ്ററിൻ്റെ ഒരു ശരിയായ രൂപവും സ്ക്രീനിലുണ്ട്. ദെൻ അമ്മീറ്റർ സാധാരണഗതിയിൽ നമ്മുടെ സർക്യൂട്ടിൽ എങ്ങനെ കണക്ട് ചെയ്യും എന്നുള്ളതാണ് നെക്സ്റ്റ് പോയിന്റ്. അമ്മീറ്റർ നോർമലി ശ്രേണി രീതിയിലാണ് കണക്ട് ചെയ്യുക. അമ്മീറ്റർ ഈസ് കണക്റ്റഡ് ഇൻ സീരീസ് വിത്ത് ദ സർക്യൂട്ട്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് ആണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് അഥവാ പൊട്ടൻഷ്യൽ വ്യത്യാസം. ഒരു കൂളോം ചാർജ് ഒരു ബിന്ദുവിൽ നിന്ന് മറ്റൊരു ബിന്ദുവിലേക്ക് ചലിപ്പിക്കാൻ ചെയ്യേണ്ട പ്രവൃത്തി 1 ജൂളാണെങ്കിൽ ആ ബിന്ദുക്കൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം 1 വോൾട്ട് ആയിരിക്കും. ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ 2 പോയിന്റ്സ് വിൽ ബി 1 വോൾട്ട് ഇഫ് 1 ജൂൾ ഓഫ് വർക്ക് ഈസ് ഡൺ ഇൻ മൂവിംഗ് 1 കൂളോം ഓഫ് ചാർജ് ഫ്രം 1 പോയിന്റ് ടു ദ അതർ. ഇതിൻ്റെ യൂണിറ്റ്, പൊട്ടൻഷ്യൽ വ്യത്യാസത്തിൻ്റെ യൂണിറ്റ് വോൾട്ട്. അതിന് ഡിനോട്ട് ചെയ്യുന്ന സിമ്പൽ V. ഇനി അത് മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻ്റ് അല്ലെങ്കിൽ ഉപകരണം വോൾട്ട് മീറ്റർ. അതിൻ്റെ സിമ്പലും നമ്മളെ സ്ക്രീനിൽ കാണാം. ഇനി സർക്യൂട്ടിൽ സമാന്തര രീതിയിലാണ് വോൾട്ട് മീറ്റർ ഘടിപ്പിക്കേണ്ടത്. വോൾട്ട് മീറ്റർ ഈസ് കണക്റ്റഡ് ഇൻ പാരലൽ വിത്ത് എ ഡിവൈസ് ടു മെഷർ ഇറ്റ്സ് വോൾട്ടേജ്. പ്രത്യേകം ശ്രദ്ധിക്കുക, അമീറ്റർ ഈസ് കണക്റ്റഡ് ഇൻ സീരീസ് ബട്ട് വോൾട്ട് മീറ്റർ ഈസ് കണക്റ്റഡ് ഇൻ പാരലൽ. അമീറ്റർ ശ്രേണി രീതിയിലാണ്, അതേസമയം വോൾട്ട് മീറ്റർ സമാന്തര രീതിയിലാണ് സർക്യൂട്ടിൽ ഘടിപ്പിക്കുന്നത്. അടുത്ത പോയിന്റാണ് റെസിസ്റ്റേഴ്സ് അഥവാ പ്രതിരോധകങ്ങൾ. ഒരു ചാലകത്തിലൂടെ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ അതിനുണ്ടാകുന്ന തടസ്സമാണ് പ്രതിരോധം. റെസിസ്റ്റൻസ് ഈസ് ദ ഓപ്പോസിഷൻ ടു ദ ഫ്ലോ ഓഫ് കറന്റ് ഇൻ ആൻ ഇലക്ട്രിക് സർക്യൂട്ട്. പ്രതിരോധത്തിൻ്റെ യൂണിറ്റ് ഓം. അതിൻ്റെ സിമ്പൽ ബ്രാക്കറ്റിൽ സ്ക്രീനിൽ കാണാം. ഇനി പ്രതിരോധത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് റെസിസ്റ്റൻസ്. ഫസ്റ്റ് വൺ, പദാർത്ഥത്തിൻ്റെ സ്വഭാവം. പദാർത്ഥം മാറുന്നതിനനുസരിച്ച്, മെറ്റീരിയലിൻ്റെ നാച്ചുറൽ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് റെസിസ്റ്റൻസിൽ ചേഞ്ച് ഉണ്ടാവും. നെക്സ്റ്റ്, ചാലകത്തിൻ്റെ നീളം, ലെങ്ത് ഓഫ് ദ കണ്ടക്ടർ. അത് ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ്, നേർ അനുപാതത്തിലാണ്. അതായത് ലെങ്ത് ഇൻക്രീസ് ചെയ്യുമ്പോൾ, നീളം കൂടുമ്പോൾ റെസിസ്റ്റൻസ് കൂടും, പ്രതിരോധം കൂടും. തേർഡ് വൺ, തിക്നെസ് അഥവാ ചാലകത്തിൻ്റെ വണ്ണം. അത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. അതായത് വണ്ണം കൂടുന്നതിനനുസരിച്ച് പ്രതിരോധം കുറയാണ് ചെയ്യുക. വൈൽ തിക്നെസ് ഇൻക്രീസസ് റെസിസ്റ്റൻസ് ഡിക്രീസസ്. നെക്സ്റ്റ് വൺ, ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ റെസിസ്റ്റൻസും ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ്. ഈ 4 പോയിൻറ്റ്സാണ് പ്രതിരോധത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് റെസിസ്റ്റേഴ്സ് ആർ
nature of the material, length of the conductor, thickness of the conductor and temperature. ഇനി ഈ പ്രതിരോധകങ്ങൾ സർക്യൂട്ടിൽ ക്രമീകരിക്കുന്ന രീതിയാണ് അറേഞ്ച്മെൻറ്റ് ഓഫ് റെസിസ്റ്റേഴ്സ് ഇൻ സർക്യൂട്ട്. ദർ ആർ 2 മെത്തേഡ്സ്. ഫസ്റ്റ് വൺ ശ്രേണി രീതി അഥവാ സീരീസ് കണക്ഷൻ. സർക്യൂട്ടിൽ പ്രതിരോധകങ്ങളെ ഒന്നിനോടൊന്ന് തുടർച്ചയായി ബന്ധിപ്പിച്ച് സർക്യൂട്ട് ഒറ്റ പാതയിലൂടെ പൂർത്തിയാക്കുന്നു. ഇതാണ് ശ്രേണി രീതി. When a circuit is completed by connecting the resistors one after the other, it is called series connection. ഫിഗർ അഥവാ ചിത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. റെസിസ്റ്റേഴ്സ് 1 by 1 ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അതിലെ ഫസ്റ്റ് റെസിസ്റ്റൻസ് R1, സെക്കൻഡ് റെസിസ്റ്റൻസ് R2 ആൻഡ് സോ ഓൺ. അങ്ങനെ എത്ര വേണമെങ്കിലും നമുക്ക് കണക്ട് ചെയ്യാം. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ശ്രേണി രീതിയിൽ ബന്ധിപ്പിക്കുമ്പോൾ സർക്യൂട്ടിലെ ആകെ പൊട്ടൻഷ്യൽ വ്യത്യാസം പ്രതിരോധകങ്ങൾക്കിടയിൽ വിഭജിക്കുന്നു. Okay, when resistors are connected in series, the potential difference V gets divided. അതായത് വി എന്ന് പറയുന്നത് ടോട്ടൽ, ആ സർക്യൂട്ടിലുള്ള ടോട്ടൽ വോൾട്ടേജ് എന്ന് പറയുന്നത് ഓരോ റെസിസ്റ്റൻസിലേക്കും ഡിവൈഡ് ചെയ്തു പോകുന്നു. V1 R1ൻ്റെ കൂടെ V1 ഒരു പ്രത്യേക വോൾട്ടേജ്, ദെൻ R2ൻ്റെ കൂടെ മറ്റൊരു വോൾട്ടേജാണ് വരിക. ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുന്നതാണ് നമ്മുടെ സർക്യൂട്ടിലേക്ക് ആദ്യമേ പാസ് ചെയ്യുന്നത്. അങ്ങനെ എത്ര റെസിസ്റ്റൻസ് വെക്കുന്നതിനനുസരിച്ചും വോൾട്ടേജ് ഇങ്ങനെ ചേഞ്ച് ചെയ്തു വരും. ഓക്കെ, ബട്ട് ദ കറണ്ട് ത്രൂ ഈച്ച് റെസിസ്റ്റർ വിൽ ബി ദ സെയിം. എന്നാൽ എല്ലാ പ്രതിരോധകങ്ങളിലും കറണ്ട് തുല്യമായിരിക്കും. ഓക്കെ, അപ്പോൾ വോൾട്ടേജ് ഡിഫറൻ്റ് ആയിരിക്കും. നമ്മളെ സീരീസ് കണക്ഷനിൽ അഥവാ ശ്രേണി രീതിയിൽ ഓരോ റെസിസ്റ്റൻസിലും വോൾട്ടേജ് ഡിഫറൻ്റ് ആയിരിക്കും, ബട്ട് കറണ്ട് സെയിം ആയിരിക്കും. ഇനി മറ്റൊരു പോയിൻ്റായിട്ട് പറയുന്നത്, ഉയർന്ന പ്രതിരോധമുള്ള പ്രതിരോധകങ്ങളുടെ അഗ്രങ്ങളിൽ വോൾട്ടത കൂടുതലായിരിക്കും. പ്രത്യേകം ശ്രദ്ധിക്കുക. In a series circuit, the voltage across the high resistance will be greater. അവിടെ ഒരു ഫിഗർ തന്നിട്ടുണ്ട്, ശ്രദ്ധിക്കുക. ആ ഫിഗറിൽ R1 എന്നുള്ളിടത്ത് പ്രതിരോധം കുറവും R2 എന്ന ഭാഗത്ത് പ്രതിരോധം കൂടുതലുമാണ്. അപ്പോൾ R2 എന്ന് പറയുന്ന ഭാഗത്ത് പ്രതിരോധം കൂടുതലായതുകൊണ്ട് തന്നെ അവിടെയുള്ള വോൾട്ടേജും കൂടുതലായിരിക്കും. ഓക്കെ, ഇനി ഈ സീരീസ് കണക്ഷനിൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് അഥവാ സഫല പ്രതിരോധം കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ഡെവലപ്പ് ചെയ്ത് വന്നതാണ് സ്ക്രീനിൽ നിങ്ങൾ അടുത്തതായിട്ട് കാണുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞ വി എന്ന് പറയുന്നത് V1 + V2 എന്നാണ് നമ്മൾ പറഞ്ഞു. ശ്രേണി രീതിയിൽ 2 പോയിന്റിൽ 2 റെസിസ്റ്റൻസിലും വോൾട്ടേജ് ഡിഫറൻ്റ് ആയിരിക്കും. അപ്പോൾ V1 + V2. ഇനി നമുക്കറിയാം വി എന്ന് പറയുന്നത് IR ആണ്. ഓം നിയമം അക്കോർഡിംഗ് ടു ഓംസ് ലോ V = IR. അപ്പോൾ വി എന്നുള്ള പൊസിഷനിൽ നമുക്ക് IR എന്ന് കൊടുക്കാം. IR = IR1. ഐ സെയിം ആയിരിക്കുമല്ലോ, കറണ്ട് സെയിം ആയിരിക്കും. സീരീസ് കണക്ഷനിൽ R1 രണ്ട് ഡിഫറെൻറ്റ് R1 അല്ലേ, അപ്പോൾ IR1 + IR2 അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തത് ഐ ഒക്കെ കട്ട് ചെയ്ത് പോയി. ബാലൻസ് ഉള്ളത് R = R1 + R2. ദാറ്റ് ഈസ് സഫല പ്രതിരോധം R = R1 + R2 അഥവാ എഫക്റ്റീവ് റെസിസ്റ്റൻസ് R = R1 + R2. ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. 4 ഓം 2 ഓം പ്രതിരോധകങ്ങളെ ശ്രേണിയായി ഘടിപ്പിച്ച് അവയുടെ അഗ്രങ്ങൾക്കിടയിൽ 6 വോൾട്ട് പൊട്ടൻഷ്യൽ വ്യത്യാസം നൽകിയിരിക്കുന്നു. സർക്യൂട്ട് ചിത്രം വരക്കുക. ആദ്യത്തെ ക്വസ്റ്റ്യൻ, സർക്യൂട്ട് ചിത്രം വരക്കാൻ. ഇഫ് 4 ohm and 2 ohm resistors are connected in series and 6 volt potential difference is applied, draw the circuit diagram. ഇപ്പോൾ സീരീസ് കണക്ഷനിൽ 2 റെസിസ്റ്റേഴ്സ് കണക്ട് ചെയ്തിട്ടുണ്ട് വിത്ത് 6 വോൾട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അതിൻ്റെ ഡയഗ്രം ഒന്ന് നമ്മുടെ നോട്ട്ബുക്കിലേക്ക് വരയ്ക്കാം. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഓഫ് ദ സർക്യൂട്ട്. സർക്യൂട്ടിലെ സഫല പ്രതിരോധം കാണുക. സീരീസ് കണക്ഷനിൽ സഫല പ്രതിരോധം കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ജസ്റ്റ് മുമ്പ് പഠിച്ചു കഴിഞ്ഞതാണ്. അതുപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിൻ്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് അഥവാ സഫല പ്രതിരോധം കാൽക്കുലേറ്റ് ചെയ്യുന്നു. ദെൻ അതിനുശേഷം സർക്യൂട്ടിലെ കറണ്ട് എത്ര, വാട്ട് ഈസ് ദ കറണ്ട് ഇൻ ദ സർക്യൂട്ട്, അതും കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഓക്കെ, നെക്സ്റ്റ് സർക്യൂട്ടിൽ പ്രതിരോധകങ്ങൾ കണക്ട് ചെയ്യുന്ന സെക്കൻഡ് മെത്തേഡാണ് പാരലൽ കണക്ഷൻ അഥവാ സമാന്തര രീതി. The current completes the circuit by getting divided into each branch since the resistors are connected in parallel. പ്രതിരോധകങ്ങളെ സമാന്തരമായി ഘടിപ്പിച്ചാൽ കറണ്ട് ഓരോ ശാഖ വഴിക്കും വിഭജിച്ച് സർക്യൂട്ട് പൂർത്തിയാകുന്നു. നേരത്തെ നമ്മൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് അങ്ങനെ ഡിവൈഡ് ചെയ്ത് എന്ന് പറയുന്നത് പോലെ ഇവിടെ കറണ്ടാണ് ഡിഫറൻ്റ് ആയിട്ട് കാണിക്കുക. സർക്യൂട്ടിലെ ആകെ കറണ്ട് ശാഖാ സർക്യൂട്ടിലെ കറണ്ടുകളുടെ തുകക്ക് തുല്യമായിരിക്കും. അതായത് ഇവിടെ വരുന്നത് I = I1 + I2. അതായത് R1 എന്ന് പറയുന്ന സ്ഥലത്ത് I1 ഉം
R2 എന്ന് പറയുന്ന സ്ഥലത്ത് I2 ആയിരിക്കും. ഓക്കെ, അങ്ങനെ I ഈസ് ഈക്വൽ ടു ടോട്ടൽ കറണ്ട് എന്ന് പറയുന്നത് I ഈസ് ഈക്വൽ ടു I1 പ്ലസ് I2. പ്രത്യേകം ശ്രദ്ധിക്കുക, ഓരോ പ്രതിരോധകത്തിനും സമാന്തര രീതിയിൽ പാരലൽ കണക്ഷനിൽ ലഭിക്കുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് രണ്ട് റെസിസ്റ്റൻസിലും തുല്യമായിരിക്കും. അപ്പോൾ സീരീസ് കണക്ഷനിലും പാരലൽ കണക്ഷനിലും വ്യത്യാസമുണ്ട്, ശ്രദ്ധിക്കണം. സീരീസ് കണക്ഷനിൽ വോൾട്ടേജ് ഡിഫറൻ്റ് ആണ്, കറണ്ട് സെയിം ആണ്. എന്നാൽ പാരലൽ കണക്ഷനിൽ കറണ്ട് ഡിഫറൻ്റ് ആണ്, വോൾട്ടേജ് സെയിം ആണ്. ഓക്കെ, ഇനി ഈ പാരലൽ കണക്ഷനിൽ നമ്മൾ എഫക്റ്റീവ് റെസിസ്റ്റൻസ് അഥവാ സഫല പ്രതിരോധം കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ I ഈസ് ഈക്വൽ ടു I1 പ്ലസ് I2 എന്നുള്ളൊരു ഇക്വേഷനാണ് നമുക്ക് കിട്ടിയത്. അതിൽ നമ്മൾ ഓംസ് ലോ I ഈസ് ഈക്വൽ ടു V/R എന്നുള്ള ഓംസ് ലോ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് എഫക്റ്റീവ് റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷനായിട്ട് കിട്ടുക 1/R ഈസ് ഈക്വൽ ടു 1/R1 പ്ലസ് 1/R2. അതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ദാറ്റ് ഈസ് R ഈസ് ഈക്വൽ ടു R1R2 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2. ഓക്കെ, ഇനി അതിൻ്റെ വേറൊരു മെത്തേഡും കൂടി പറയാം. ഇഫ് ദ റെസിസ്റ്റേഴ്സ് ഓഫ് ദ സെയിം വാല്യൂ ആർ കണക്റ്റഡ് ഇൻ പാരലൽ ദെൻ എഫക്റ്റീവ് റെസിസ്റ്റൻസ് R ഈസ് ഈക്വൽ ടു R ഡിവൈഡഡ് ബൈ N. അതായത് നമ്മളെ പ്രതിരോധകങ്ങൾ ഒരേ വാല്യൂ ഉള്ള പ്രതിരോധകങ്ങളെ എത്ര കണക്ട് ചെയ്ത് കഴിഞ്ഞാലും, പ്രത്യേകം ശ്രദ്ധിക്കുക, സെയിം വാല്യൂ ഉള്ള പ്രതിരോധകങ്ങൾ എത്ര എണ്ണം കണക്ട് ചെയ്ത് കഴിഞ്ഞാലും അതിൻ്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ R ഈസ് ഈക്വൽ ടു ആ ഒരു പ്രതിരോധം ഡിവൈഡഡ് ബൈ എത്ര എണ്ണം ഉണ്ടോ അത്. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഫക്റ്റീവ് റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. നമുക്കിനി ഒരു ക്വസ്റ്റ്യനിലേക്ക് നമുക്കൊന്ന് പോവാം. 12 ഓം 4 ഓം പ്രതിരോധകങ്ങളെ സമാന്തരമായി ബന്ധിപ്പിച്ച് 12 വോൾട്ട് പൊട്ടൻഷ്യൽ വ്യത്യാസം നൽകുന്നു. ഇഫ് 12 ഓം ആൻഡ് 4 ഓം റെസിസ്റ്റേഴ്സ് ആർ കണക്റ്റഡ് ഇൻ പാരലൽ ആൻഡ് 12 വോൾട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് അപ്ലൈഡ്. ഡ്രോ ദ സർക്യൂട്ട് ഡയഗ്രാം. അപ്പോൾ ഇവിടെ പാരലൽ കണക്ഷനാണുള്ളത്. നെക്സ്റ്റ് അതിൻ്റെ ഡയഗ്രാം വരക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ എഫക്റ്റീവ് റെസിസ്റ്റൻസ്. നേരത്തെ ഡിസ്കസ് ചെയ്തു. R ഈസ് ഈക്വൽ ടു R1R2 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2. R1 എന്ന് പറയുന്നത് 12 ഓം, R2 എന്ന് പറയുന്നത് 4 ഓം. ഇനി ഇതിൽ സർക്യൂട്ടിലെ കറണ്ടും കൂടി ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ദെൻ നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യനും കൂടി, 10 റെസിസ്റ്റേഴ്സ് ഓഫ് 2 ഓം ഈച്ച് ആർ കണക്റ്റഡ് ഇൻ പാരലൽ, കാൽക്കുലേറ്റ് ദ എഫക്റ്റീവ് റെസിസ്റ്റൻസ്. അപ്പോൾ ഇവിടെ ഒരു പ്രത്യേകം ശ്രദ്ധിക്കണം, 2 ഓമിൻ്റെ 10 പ്രതിരോധകങ്ങൾ. അപ്പോൾ 2 ഓമിൻ്റെ ഇത് തന്നെയാണ് 10 എണ്ണം ഉപയോഗിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ സഫല പ്രതിരോധം ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ദെൻ ഒരു കമ്പാരിസൺ സ്റ്റഡിയാണ്. നെക്സ്റ്റ് ഒരു ടേബിൾ ഉണ്ട്, അതായത് സീരീസ് കണക്ഷനിലും പാരലൽ കണക്ഷനിലും എന്തായിരിക്കും ഡിഫറൻസ് എന്നുള്ളത് നോക്കാം. ഇപ്പോൾ സീരീസ് കണക്ഷനിൽ സഫല പ്രതിരോധം കൂടും, എഫക്റ്റീവ് റെസിസ്റ്റൻസ് സീരീസ് കണക്ഷനിൽ ഇൻക്രീസ് ചെയ്യുന്നു. ദെൻ സമാന്തര രീതിയിൽ സഫല പ്രതിരോധം കുറയുന്നു. പാരലൽ കണക്ഷനിൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഈസ് ലെസ്. ഇനി സീരീസ് കണക്ഷൻ, ദ കറണ്ട് I ത്രൂ ഈച്ച് റെസിസ്റ്റേഴ്സ് വിൽ ബി ദ സെയിം. ഓരോ പ്രതിരോധകങ്ങളിലൂടെയും ശ്രേണി രീതിയിൽ ഒഴുകുന്ന കറണ്ട് തുല്യമായിരിക്കും. എന്നാൽ പാരലൽ കണക്ഷനിൽ ദ കറണ്ട് ത്രൂ ഈച്ച് റെസിസ്റ്റേഴ്സ് ഈസ് ഡിഫറൻറ്റ്. ഓരോ പ്രതിരോധകങ്ങളിലൂടെയും ഒഴുകുന്ന കറണ്ട് സമാന്തര രീതിയിൽ വ്യത്യസ്തമായിരിക്കും. ദെൻ ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ഈച്ച് റെസിസ്റ്റേഴ്സ് ഈസ് ഡിഫറൻറ്റ് ഇൻ സീരീസ് കണക്ഷൻ. അതായത് ഓരോ പ്രതിരോധകത്തിനും ലഭിക്കുന്ന പൊട്ടൻഷ്യൽ വ്യത്യാസം ശ്രേണി രീതിയിൽ തുല്യമല്ല, വ്യത്യസ്തമാണ്. എന്നാൽ ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ഈച്ച് റെസിസ്റ്റേഴ്സ് ഈസ് സെയിം ഇൻ പാരലൽ കണക്ഷൻ. ഓരോ പ്രതിരോധകത്തിനും ലഭിക്കുന്ന പൊട്ടൻഷ്യൽ വ്യത്യാസം തുല്യമായിരിക്കും സമാന്തര രീതിയിൽ. ഇനി ഈ കാര്യം ഓർത്ത് വെക്കാൻ നമുക്കൊരു ചെറിയൊരു ട്രിക്ക് ഉപയോഗിക്കാം. നമുക്കറിയാം, നമ്മുടെ കേരളത്തിൻ്റെ ഒരു മുൻ മുഖ്യമന്ത്രിയാണ് VS അച്യുതാനന്ദൻ. അദ്ദേഹം എപ്പോഴും വ്യത്യസ്തമായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുകയും വ്യത്യസ്ത രീതിയിൽ സംസാരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ്. അപ്പോൾ നമ്മുടെ മനസ്സിൽ VS വ്യത്യസ്തനാണ് എന്നുള്ള കാര്യം ആലോചിച്ചാൽ ഇതിലെ എല്ലാ പോയിൻറ്റ്സും നമുക്ക് ഓർത്ത് വെക്കാൻ പറ്റും. V എന്ന് പറഞ്ഞാൽ നമ്മുടെ VS എന്ന് പറയുന്നതിൽ V എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അഥവാ വോൾട്ടേജ്, S എന്ന് പറഞ്ഞാൽ സീരീസ് ശ്രേണി രീതി. അപ്പോൾ വ്യത്യസ്തമാണ്. അപ്പോൾ വോൾട്ടേജ് സീരീസ് കണക്ഷനിൽ വ്യത്യസ്തമാണെന്നുള്ളൊരു പോയിന്റ് കിട്ടി. ബാക്കിയുള്ളതെല്ലാം നമുക്ക് അതിനെ ബേസ് ചെയ്തിട്ട് ഉണ്ടാക്കാമല്ലോ. ഈച്ച് റെസിസ്റ്റേഴ്സ് കുഡ് നോട്ട് ബി കൺട്രോൾഡ് ബൈ യൂസിങ് സെപ്പറേറ്റ് സ്വിച്ചസ്. പ്രതിരോധകവും ശ്രേണി രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നിയന്ത്രിക്കാൻ സാധ്യമല്ല. എന്നാൽ സമാന്തര രീതിയിൽ അഥവാ പാരലൽ കണക്ഷനിൽ ഓരോ പ്രതിരോധകത്തെയും ഓരോ സ്വിച്ച് ഉപയോഗിച്ച് നമുക്ക് നിയന്ത്രിക്കാൻ കഴിയും. ഈച്ച് റെസിസ്റ്റേഴ്സ് ക്യാൻ ബി കൺട്രോൾഡ് ബൈ യൂസിങ് സെപ്പറേറ്റ് സ്വിച്ചസ്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഒന്നാമത്തെ ഫിസിക്സിലെ ഒന്നാമത്തെ ചാപ്റ്ററിൻ്റെ ആദ്യത്തെ ഒരു സെക്ഷൻ. അപ്പോൾ ഇത് നമ്മൾ മുമ്പ് പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്, ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യുന്നു. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നത് വരെ ബൈ.